ഇപ്പൊ ഷോസ് കാര്യങ്ങള് കുക്കു തന്നെയാണോ അതിന്റെ ഷോ ചെയ്യുന്നുണ്ടല്ലേ? ഞാൻ സീരിയല് ചെയ്തോണ്ടിരിക്കുകയാണല്ലോ രണ്ടു വർഷങ്ങളായി. സീരിയൽ തന്നെയാണ് മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യുന്നത് ഇപ്പൊ വർക്കുകൾ കൂടുതൽ. എന്തായാലും സീരിയൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. ഇത് കഴിഞ്ഞിട്ട് എന്തും നോക്കാൻ പറ്റില്ല. സിനിമയിൽ അങ്ങനെ ഓഫീസ് ഇപ്പോ വരുന്നുണ്ട് നല്ല കാര്യങ്ങളൊക്കെ. ചില സമയത്ത് ഈ ഇതിന്റെ ഡേറ്റ് കാരണം അത് അങ്ങനെ പോകും. ഓണസദ്യ പ്ലാൻ ചെയ്തിട്ടുണ്ടോ? ഓണസദ്യ എന്തായാലും വീട്ടിലുണ്ടാവും. ഓണം വീട്ടിലാഘോഷം കഴിഞ്ഞിട്ട് അമ്മ വീട്ടിൽ പോയി. അമ്മ വീട്ടിൽ പോയി കഴിഞ്ഞിട്ട് പിന്നെ എറണാകുളം ഫ്രണ്ട്സിന്റെ കൂടെ. 3 ആഘോഷങ്ങളുണ്ട് ഇങ്ങോട്ട് ഓണം. ഫുഡ് ഭയങ്കര ഇഷ്ടമുള്ള ആളാണ്? ഭയങ്കര ഇഷ്ടമുള്ള ആളാണ്. പക്ഷെ ഇപ്പൊ കുറച്ച് നാളായിട്ട് എരിവും കാര്യങ്ങളൊക്കെ നിർത്തലാക്കാൻ പറഞ്ഞു. നന്നായിട്ട് എരിവ് കഴിക്കും ഞാൻ. അച്ഛനോടൊക്കെ നന്നായിട്ട് ഇന്ന് കഴിക്കുന്നോണ്ട് ചെറിയ വയറിന് ചെറിയൊരു പണി ഇട്ടിരിക്കുന്നു. പിന്നെ എരിവൊക്കെ നിർത്തലാക്കി വെജും കാര്യങ്ങളൊക്കെ ആയി. ഡയറ്റ് അങ്ങനെ എന്തെങ്കിലും? ഇപ്പൊ ഡയറ്റിലായി. കഴിക്കേണ്ട ആവശ്യം വന്നു. കറക്റ്റ് നേരത്തെ ഉറങ്ങണം, കറക്റ്റ് സമയത്ത് ഫുഡ് എടുക്കണം. അങ്ങനെയായി. ഇല്ലെങ്കിൽ പണി പാടുന്നു. മിണ്ടിട്ടൊക്കെ ഉണ്ട്. 2 വർഷം മിണ്ടിട്ടൊക്കെ ഉണ്ട്. അനുമോളുടെ കല്യാണം കഴിഞ്ഞില്ല അടുത്ത്. എങ്ങനെയാണ് നിങ്ങള് തമ്മില് ഓൾറെഡി കണക്ഷനിലാണോ? മിണ്ടിയിട്ടുണ്ട്. എന്തൊരു വർക്കിന് വേണ്ടിട്ട്, സൂര്യ ടി വി വർക്കിന് എന്തോ തരത്തിന് വേണ്ടിട്ട് ചേച്ചി എന്നെ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരു കോണ്ടാക്ട് ചെയ്യുന്നുണ്ട്. പേഴ്സണലി അങ്ങനെ വലിയ ഫ്രണ്ട്ഷിപ്പ് ഒന്നും ഇല്ല. ചേച്ചിനെ ഇഷ്ടമാണ്. ഭയങ്കര ആഘോഷമായിട്ട് ഗുരുവായൂരിന്റെയാണ് വീഡിയോസ്. ചേച്ചിയൊക്കെ ചോദിക്കാൻ പറഞ്ഞത് ചോദിക്കാൻ പറ്റും. നന്നായിട്ട് കഴിക്കും. ഇന്നത്തെ ദിവസം കഴിക്കാൻ പറ്റും. എല്ലാം കഴിക്കും. ഇന്നത്തെ ദിവസം കഴിക്കാൻ പറ്റാത്ത ചോദിച്ചോ. ഇത് അറിയണം.
തൊണ്ണൂറ്റൊമ്പത് കഴിച്ചൊക്കെ അറിയാം. പേര് കിട്ടോ രാജീവ് ചോദിച്ചടാ. രാജീവ് എത്ര പോലെ ഇപ്പോഴും വിളിച്ചത് എന്റെ ഫോട്ടോ അവിടെ ഉണ്ട്. ഞാൻ വിളിക്കാം കേട്ടാ. കറക്റ്റ് ഇന്നത്തെ ദിവസം തന്നെ വിളിച്ചത് എന്റെ ഗതികളുടെ ഞാൻ നന്നായി കഴിക്കും. ഫുഡ് ഭയങ്കര ഇഷ്ടമാണ് കഴിക്കാൻ. നമ്പർ പറഞ്ഞേ. ഫുഡ് കുറയ്ക്കണം. ആ ഞാൻ കഴിച്ചു നോക്കട്ടാ. എനിക്കിഷ്ടമായി. നല്ല രസമുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ട് കഴിക്കും. ഫോട്ടോ എടുത്താ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അടിപൊളിയായിരുന്നു. എനിക്ക് ഞാൻ വെജാണ് ഇന്ന് കഴിച്ചത്. അപ്പൊ വെജ് ഇങ്ങനെ ഞാൻ സാധാരണ വെജ് ബർഗർ ഞാൻ കഴിച്ചപ്പോ എനിക്ക് പിന്നെ തീരെ ഇഷ്ടപ്പെട്ടില്ല. പക്ഷെ ഇവിടുത്തെ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ വെജ് തന്നെ അല്ലേ എന്ന് ചോദിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. വെജ് ആണെങ്കിലും കൂട്ടിയിട്ട് പിന്നെ തന്ന ലോലിപോപ്പ് പോലത്തെ സംഭവം ഉണ്ടായിരുന്നു. ഭയങ്കര സോഫ്റ്റ് ആയിട്ട് കഴിക്കുമ്പോൾ തന്നെ നല്ല രസം ഉണ്ടായിരുന്നു. അത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ ഉള്ളികൾ വർക്ക് ആണെങ്കിലും പുറമേ ആണെങ്കിലും ഉള്ളിലത്തെ വർക്ക്സ് ആണ് ഭയങ്കര ഇഷ്ടപ്പെട്ടത്. ഇപ്പൊ ഇവര് പറയുന്നുണ്ട് കുറച്ച് ഗാർഡൻ സംഭവങ്ങൾ സെറ്റ് ചെയ്യാനുണ്ടെന്ന് പറയുന്നുണ്ട്. ഇപ്പൊ കുറച്ച് കാര്യങ്ങളൊക്കെ ഗാർഡൻ സംഭവങ്ങൾ വന്നിട്ടുണ്ട്. ഇനി വരാനുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പൊ ടോട്ടല് വരുമ്പോ അടിപൊളിയായിരിക്കും എന്ന് വിചാരിക്കുന്നു ഞാൻ. യൂത്തിനും ഫാമിലിക്കൊക്കെ പറ്റിയൊരു ഉറപ്പായിട്ടും യൂത്തിന് ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു സംഭവം. കപ്പിൾസിനൊക്കെ കിട്ടുന്ന ഏരിയ അങ്ങനത്തെ അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. സംഭവമാണ്. പ്രത്യേകിച്ച് ഓപ്പോസിറ്റ് ഒരു കോളേജും കൂടിയാണ്. കോളേജും കൂടിയാണ്. അപ്പൊ പിന്നെ നൈസായിട്ട് അവിടെ ഇറങ്ങി കഴിക്കാൻ ഓക്കെ. നല്ലൊരു സ്ഥലത്താണ് ഇവര് പ്ലേസ് ചെയ്തിരിക്കുന്നത് സംഭവം കഫേ. അതുകൊണ്ട് നല്ല ഐശ്വര്യം ഉണ്ടായിരുന്നു. ഫുഡും അടിപൊളിയാണ്. അപ്പൊ എല്ലാം കൊണ്ടും എല്ലാം കൊണ്ടും അടിപൊളിയായതുകൊണ്ട് അടിപൊളിയായിട്ട് വരും. ഓക്കെ. പക്ഷെ പുള്ളിക്കളി ഇഷ്ടമുള്ളതാണല്ലോ അല്ലെ? തൃശ്ശൂർ പൂരം കാര്യങ്ങളെല്ലാം കുടമാറ്റത്തിനൊക്കെ വന്നിട്ടുണ്ട്. പക്ഷെ ആ സമയത്ത് ഭയങ്കര തിക്കും തിരക്കല്ലേ, കൂടുതലും ഫാമിലി കൊണ്ടിട്ടില്ല. വെടിക്കെട്ടിനാണ് ഫാമിലി എല്ലാവരും ഇറങ്ങും. ഫ്രണ്ട്സ് ഒക്കെ ആയിട്ട് ഇറങ്ങും. വെടിക്കെട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടം. അത് എത്ര ലേറ്റ് ആയാലും അവിടെ നിന്ന് കാണും. പുലർച്ചെ വരെ നിന്ന് കാണും. ഇരിപ്പാവും കിടപ്പാവും കഴിഞ്ഞിട്ടേ പോകത്തുള്ളൂ. കഴിഞ്ഞ പ്രാവശ്യം ആന ഓടി. അത് അപ്പുറത്തേക്കാ ഓടിയത്. പക്ഷെ ആൾക്കാർ പറഞ്ഞു ഇങ്ങോട്ടേക്കാന്ന് പറഞ്ഞിട്ട് ഞാനൊക്കെ അതിനുള്ളിൽ ചമ്മന്തി കൊണ്ടതായിരുന്നു. ഭാഗ്യത്തിന് എങ്ങനെ ആലോചിക്കുമായിരുന്നത്. ഇപ്പൊ ആന ഓടി എന്ത് ചെയ്യും എന്ന് വെച്ചാൽ ഞാൻ അവിടെ ഇരിക്കുവായിരുന്നു അടുത്ത്. ഞാൻ ആലോചിച്ച് നോക്കി അവിടെ നിന്ന് സൗണ്ട് ആൾക്കാരൊക്കെ ഓട്ടോ പറഞ്ഞത്. ഞാൻ ഇങ്ങനെ ആലോചിച്ചു ആ കമ്പിമ പിടിച്ച് നിൽക്കാൻ. റൗണ്ടുമ്പോ കമ്പി ഉണ്ടല്ലോ, ആ കമ്പിമ പിടിച്ച് നിൽക്കാൻ. എന്നെ ഒഴിച്ച് എല്ലാരും കമ്പിമ പിടിച്ചു. ഞാൻ മാത്രം സ്റ്റെക്കായി. കാരണം എന്റെ മുമ്പിൽ വെച്ചൊരു ചേട്ടൻ പിടിച്ച് വീണു റോട്ടില്. അതിൽ സ്റ്റെക്കായി. ഞാൻ ഒരു സാധനം കണ്ട അവിടെ സ്റ്റെക്കാവും. ഇങ്ങനെ സ്റ്റെക്കായിട്ട് ഞാൻ ആകെ ഇങ്ങനെ നിന്ന് പോയി. എന്നെ കുറെ പേര് ഇടിച്ചിടിച്ചിടിച്ച് പോകുന്നുണ്ട്. ഞാൻ ഇത് നോക്കി നിൽക്കുക. ലാസ്റ്റ് എന്റെ ഫ്രണ്ടാണ് മുടിക്കുറ്റി വിളിച്ചിട്ട് വിളിച്ചോണ്ട് അവിടെ കമ്പിമ പിടിപ്പിച്ച് ഞാൻ പോയാനാ. ശരിക്കും ആന വന്ന കുത്തനേക്കാളും പ്രശ്നങ്ങൾ ഉണ്ടായില്ല. അവിടെ എന്റെ മുമ്പിൽ വെച്ച് പിന്നെ കുറെ ചേച്ചിമാരും ചേട്ടന്മാരൊക്കെ വീഴ്ച. പിന്നെ ആ ചേട്ടന്റെ മേത്ത് തന്നെ കുറെ പേര് ചവിട്ടിട്ട് പോയി. ഇതില് ഞാൻ സ്റ്റെക്കായി പോയി. ഞാനും വീണ്ടതായിരുന്നു. അതിൽ അങ്ങനെ നിന്ന് പോയപ്പോ അങ്ങനെ എന്റെ മുമ്പിൽ വെച്ചിട്ട് കുറെ ആംബുലൻസ് വന്നിട്ട് കുറെ പേര് എടുത്തോണ്ട് പോയി. അതിനുശേഷം വെടിക്കെട്ട് കാണണ്ടെന്നാണ് തീരുമാനിച്ചത്. ശരിക്കും ആൾക്കൂട്ടത്തിന്റെ ഇടയിൽ ഉണ്ടായിരുന്നു. അതായത് വേറെ ബിൽഡിങ്ങില് അങ്ങനെയൊന്നല്ല, അടിപൊളിയായിട്ട് ആഘോഷിക്കാനായിട്ട് റൗണ്ടിൽ അതെല്ലാം നല്ല വരാറുണ്ട്. ഇവിടെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും വെടിക്കെട്ടിന് വരാം.